ഹിജാബ് വിവാദത്തിൽ ഡിഡിയുടെ ഉത്തരവിന് അടിയന്തര സ്റ്റേ ഇല്ല. സ്കൂളിന്റെ ഹർജിയിൽ സർക്കാരിനോട് ഹൈക്കോടതി വിശദീകരണം തേടി. ഒരാഴ്ചയ്ക്കുള്ളിൽ സർക്കാർ വിശദീകരണം നൽകണമെന്ന് കോടതി ഉത്തരവ് സർക്കാർ വിശദീകരണം കേട്ട ശേഷം ആയിരിക്കും. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. ഒപ്പം നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശും. ആദ്യം അഡ്വക്കേറ്റ് CN പ്രകാശ്, ഏതെങ്കിലും തരത്തിൽ ഇത് സർക്കാരിനുള്ള ഒരു വിമർശനം കൂടിയാണോ? നിർബന്ധിത ഇടപെടൽ എന്തിന് നടത്തി എന്നുള്ള ഒരു ചോദ്യം കോടതിയുടെ ഭാഗത്ത് വരുമ്പോൾ, അതോ സർക്കാരിന്റെ വിശദീകരണം കേട്ട ശേഷം ഈ കാര്യം വിശദമായി പരിശോധിക്കാം എന്നുള്ളൊരു നിലപാടാണോ കോടതി സ്വീകരിച്ചിരിക്കുന്നത്? അങ്ങനെ പറയാൻ കഴിയില്ല. സർക്കാരിന്റെ നിലപാടിലുള്ള തിരിച്ചടി എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ നൽകിയിട്ടുള്ള ആ ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യണം എന്നാണ് സ്കൂളിന്റെ മാനേജ്മെന്റ്, സെന്റ് റീസാസ് സ്കൂളിന്റെ മാനേജ്മെന്റ് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത്. അടിയന്തരമായി സ്റ്റേ ചെയ്യണം എന്ന ആവശ്യം ഇന്ന് അംഗീകരിച്ചില്ല. അടിയന്തരമായി സ്റ്റേ ചെയ്യണം എന്ന ആവശ്യം നിരസിക്കുകയാണ് ഉണ്ടായത്. ജസ്റ്റിസ് VG അരുൺ അധ്യക്ഷനായിട്ടുള്ള സിംഗിൾ ബെഞ്ച് ഇതിൽ സർക്കാരിന്റെ വിശദീകരണം തേടിയ ശേഷം ഈ ഹർജി 24-ാം തീയതി, അതായത് വെള്ളിയാഴ്ച പരിഗണിക്കാനാണ് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഹർജി തള്ളി എന്ന് പറയാൻ കഴിയില്ല. അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം മാത്രമാണ് തള്ളിയിട്ടുള്ളത്. സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവും പൂർണ്ണമായും തള്ളിയിട്ടില്ല. അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യമാണ് തള്ളിയിട്ടുള്ളത്. ഈ CBSE സ്കൂളുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിനും പൊതുവിദ്യാഭ്യാസ വകുപ്പിനും നേരിട്ട് ഇടപെടാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഒരു നിയമപ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ആ കാര്യത്തിൽ സർക്കാരിനോട് വിശദീകരണം തരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വിശദീകരണം കേട്ട ശേഷമായിരിക്കും വിശദമായി വാദം ഈ ഹർജിയിൽ കേൾക്കുക. CN പ്രകാശ്, അതോടൊപ്പം തന്നെ ഇതിനകത്ത് കുട്ടി മാനസികമായി ബുദ്ധിമുട്ടിലാണ് എന്നതടക്കമുള്ള വിഷയങ്ങളൊക്കെ രക്ഷിതാവിന്റെ ഭാഗത്തുനിന്ന് ഉയരുകയൊക്കെ ചെയ്തിരുന്നു. അത് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എന്തെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കോടതി നടത്തുകയുണ്ടായോ? അതോ 24-ാം തീയതി പരിശോധിച്ച ശേഷമായിരിക്കും അങ്ങനെയാണോ കരുതേണ്ടത്? ഇക്കാര്യത്തിൽ പൂർണ്ണമായും കാര്യങ്ങൾ തീരുമാനിക്കുക ഈ CBSE സ്കൂളുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന് ഇത്തരത്തിൽ ഉത്തരവിലൂടെ നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയുമോ എന്ന കാര്യമാണ് പരിശോധിക്കുക. അത് പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ഈ ഹർജിയിൽ അന്തിമമായ ഒരു തീരുമാനം ഹൈക്കോടതി കൈക്കൊള്ളുക. അഡ്വക്കേറ്റ് CN പ്രകാശ്, ഏതായാലും ഇതിൽ ഡിഡിയുടെ ഉത്തരവിന് അടിയന്തര സ്റ്റേ ഇല്ല എന്ന ഒരു വിവരമാണുള്ളത്. പക്ഷെ കോടതി മറ്റേതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടില്ല. പക്ഷേ 24-ാം തീയതി ഇത് CBSE സ്കൂളുകളുടെ കാര്യത്തിൽ സർക്കാരിന് എത്രത്തോളം ഇടപെടാൻ കഴിയും എന്ന വിഷയമായിരിക്കും. അതിനാണ് പ്രഥമ പരിഗണന. അതിനുശേഷമായിരിക്കും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് വിഷയങ്ങൾ അല്ലെങ്കിൽ പരാമർശങ്ങളിൽ ഒരുപക്ഷെ കോടതി എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം നടത്തുമോ എന്നറിയാൻ ആജ്ഞ രവീന്ദ്രൻ കൂടി ചേരുന്നു. ആജ്ഞ, സ്കൂളിന് ഒരു തിരിച്ചടിയായി ഇത് വിലയിരുത്താമോ? ഒരു അടിയന്തര സ്റ്റേ ഇല്ല, അത് സർക്കാരിന്റെ വാദം കേൾക്കട്ടെ എന്ന് പറയുന്നതൊന്നുണ്ട്. അതോടൊപ്പം തന്നെ CBSE സ്കൂളുകളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു നിർബന്ധിത ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകാമോ എന്നുള്ളൊരു ചോദ്യവുമുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണമുണ്ടോ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന്? അപർണ, സ്കൂളിനൊരു തിരിച്ചടിയായി എന്ന് ഈ വിഷയത്തിൽ പറയാൻ കഴിയില്ല. അതേസമയം സ്കൂളിന്റെ ആവശ്യം DD ഇറക്കിയിട്ടുള്ള ഉത്തരവിൽ അടിയന്തര സ്റ്റേ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടിയന്തര സ്റ്റേ അനുവദിക്കാൻ ഇപ്പോൾ കഴിയില്ല എന്ന് തന്നെയാണ് കോടതി പറഞ്ഞത്. കോടതി ഇപ്പോഴും സർക്കാരിന്റെ ഭാഗമാണ്, സർക്കാരിനെതിരായിട്ടുള്ള ഹർജിയാണ്. അതുകൊണ്ട് സർക്കാരിന്റെ ഭാഗം കൂടി കേട്ട ശേഷം മാത്രമേ ഇതിൽ അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ. DDയുടെ പരാമർശങ്ങൾ, അതായത് കണ്ടെത്തലുകൾ പലതും വസ്തുതാവിരുദ്ധമാണ് എന്ന് തന്നെയാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ ആരോപണം. അങ്ങനെ തന്നെയാണ്. അതായത് ഈ കുട്ടി ഹിജാബുമായി ധരിച്ച് സ്കൂളിൽ എത്തിയപ്പോൾ സ്കൂളിൽ പ്രവേശിപ്പിച്ചിരുന്നില്ല. അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്കൂളിൽ നിന്നും ഇറക്കി വിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരുന്നു. അത് DDയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി അങ്ങനെ ഒരു പരാമർശം നടത്തിയത് എന്നുള്ള വിവരങ്ങളും അന്ന് പുറത്തു വന്നിരുന്നു. അതേസമയം DD വസ്തുതാവിരുദ്ധമായിട്ടാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. കാര്യങ്ങൾ പഠിക്കാതെയാണ് AEOയുടെ റിപ്പോർട്ട്, അതല്ലെങ്കിൽ AEO വാസ്തവവിരുദ്ധമായ ഒരു റിപ്പോർട്ട് നൽകിയത്, അത് അപ്പടി DD വിഴുങ്ങുകയായിരുന്നു എന്നുള്ള ഒരു ആരോപണം കൂടി സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി സ്കൂളിനെ നിശിതമായി വിമർശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയതും. അത് ആ സമയത്ത് തന്നെ, അതായത് ഹൈബിയുടെ MP ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നത് അനുരഞ്ജന ചർച്ചയിലൂടെ കുട്ടി സ്കൂളിലെ ഹിജാബ് ധരിച്ച് വരാൻ തയ്യാറാണ് എന്ന് പിതാവ് വരെ അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുമായി കോംപ്രമൈസ് ചെയ്ത് അവർ പോയതുമാണ്. വീണ്ടും അന്ന് വൈകുന്നേരം വിദ്യാഭ്യാസ മന്ത്രി ഈ സ്കൂളിനെതിരെ നടത്തിയ ഈ വിമർശനമാണ് വീണ്ടും ഈ പ്രശ്നത്തിലേക്ക്, വീണ്ടും ആ പ്രശ്നം ആളിക്കത്താനുള്ള സാഹചര്യത്തിലേക്ക് നയിച്ചത് എന്ന് വേണം പറയാൻ.
അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ പോലും എങ്ങനെയെങ്കിലും അത് ഒത്തുതീർപ്പാകിൽ പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് അദ്ദേഹം വീണ്ടും പറഞ്ഞിരുന്നെങ്കിലും DDയുടെ ഉത്തരവ് ഇത്തരത്തിൽ ഹിജാബ് ധരിച്ച് സ്കൂളിലെത്താൻ കുട്ടിയെ അനുവദിക്കണമെന്നായിരുന്നു DDയുടെ നിർദ്ദേശം. അങ്ങനെയായിരുന്നു. ആ നിർദ്ദേശം പാലിക്കാൻ കഴിയില്ല. ആ നിർദ്ദേശത്തിന് അടിയന്തരമായി സ്റ്റേ വേണമെന്നായിരുന്നു സ്കൂൾ മാനേജ്മെന്റ് കോടതിയിൽ അറിയിച്ചത്. അടിയന്തരമായി, അതായത് ഇൻട്രീം സ്റ്റേ നൽകാൻ കഴിയില്ല, ഇടക്കാല ഉത്തരവ് ആ കാര്യത്തിൽ നൽകാൻ കഴിയില്ല. അതേസമയം സ്കൂളിലെ പ്രശ്നങ്ങൾ, അതായത് CBSE സ്കൂളാണ്. CBSE സ്കൂളിന്റെ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് ഇടപെടാനുള്ള സാഹചര്യങ്ങളുണ്ടോ, അതിനുള്ള നിയമമുണ്ടോ, സാധ്യതകളുണ്ടോ, ഇത്തരം കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ കൃത്യമായ റിപ്പോർട്ട് നൽകണം. ആ റിപ്പോർട്ട് നൽകിയ ശേഷം വെള്ളിയാഴ്ച വീണ്ടും ഹർജി പരിഗണിക്കും. അതിനുശേഷം ഈ സ്കൂൾ മാനേജ്മെന്റിന്റെ സ്റ്റേ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പരിഗണനയുണ്ടാകും. അപ്പോഴും ഈ കുട്ടി ഇനി ഈ സ്കൂളിൽ മാനസികമായിട്ട് ഈ കുട്ടിക്ക് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഇനി ഈ സ്കൂളിലേക്ക് വരുന്നില്ല, ഈ TC വാങ്ങി മറ്റൊരു സ്കൂളിൽ ചേർക്കുമെന്നുള്ള നിലപാടാണ് പിതാവിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ ഇപ്പോൾ ഈ അടിയന്തര സ്റ്റേ ഇല്ല എന്നുള്ള ഒരു വിഷയം നിൽക്കുന്നത് കൊണ്ട് കുട്ടി സ്കൂളിൽ വരാനുള്ള ഒരു സാധ്യതയുണ്ടോ? സ്കൂൾ അധികൃതർ പോലും പലപ്പോഴും പറഞ്ഞതുപോലെ അങ്ങനെയുള്ള ചില പുറത്തു നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ, അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ അതൊരു വലിയ വീണ്ടും ഒരാശയക്കുഴപ്പത്തിലേക്കും വിഷയത്തിലേക്കും എത്തുകയും ചെയ്യും. അതിനുള്ള സാധ്യതയുണ്ടോ? അപ്പോൾ നമുക്കറിയാം, തുടക്കം മുതലേ ഈ പ്രശ്നം സ്കൂളിൽ, അതായത് കുട്ടി ഹിജാബ് ധരിച്ചെത്തുന്നു, ഗേറ്റിന് പുറത്ത് വെച്ചിട്ട് അധ്യാപകർ തടയുന്നു, ഹിജാബ് അഴിപ്പിച്ച ശേഷം സ്കൂളിലേക്ക് കുട്ടിയെ കയറ്റുന്നു. ഈ ഒരു പ്രൊസീജിയർ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. 2-3 തവണ കുട്ടി സ്കൂളിനുള്ളിൽ ഹിജാബ് ധരിച്ച് ആർട്സ് ഡേ ഉൾപ്പെടെ അറ്റൻഡ് ചെയ്യുന്ന സാഹചര്യങ്ങളും വീഡിയോകളും അവരുടെ കയ്യിലുണ്ട്. അതായത് സ്കൂളിൽ നിന്നും കുട്ടിയെ ഇറക്കി വിട്ടു എന്നുള്ളതാണ് പ്രധാന പരാമർശം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് മാനേജ്മെൻറ്റ് ആവർത്തിച്ച് പറയുന്നതും. അതേസമയം സ്കൂളിലൊരു യൂണിഫോം ഉണ്ട്, ആ യൂണിഫോം പാലിച്ച് വരണം എന്ന് തന്നെ മാതാപിതാക്കളോട് പല തവണയായി സ്കൂൾ മാനേജ്മെൻറ്റ് അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പാലിച്ചില്ല. അതേസമയം അപർണ സൂചിപ്പിച്ചതുപോലെ ചില ബാഹ്യശക്തികളുടെ ഇടപെടലുകൾ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. SDPIയുടെ പ്രതിനിധിയാണ് എന്നറിയിച്ചുകൊണ്ട് തന്നെയാണ് സ്കൂളിൽ പുറത്തുനിന്നും ചില ആളുകൾ വന്ന് ബഹളം വയ്ക്കുന്ന സാഹചര്യമുണ്ടായത്. അത്തരത്തിൽ വർഗീയ ധ്രുവീകരണത്തിലേക്ക് ഈ വിഷയം പോകുന്നു എന്നൊരു സാഹചര്യത്തിൽ വന്നപ്പോഴാണ് സ്കൂൾ അടച്ചിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. സ്കൂൾ അടച്ചിട്ട ശേഷം പിന്നീട് അവിടെ പോലീസ് പ്രൊട്ടക്ഷൻ, സ്കൂൾ മാനേജ്മെൻറ്റ് തന്നെ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടുന്നു. ആ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടാകുന്നു. അതിനുശേഷം കോടതി തന്നെ ലോ ആൻഡ് ഓർഡർ പാലിക്കണമെന്ന് തന്നെ നിർദ്ദേശം വയ്ക്കുകയും, അതായത് 2018 ഹൈക്കോടതി നിയമം അനുസരിച്ച് സ്കൂൾ മാനേജ്മെൻറ്റിന് അവരുടെ യൂണിഫോമിൻ്റെ കാര്യങ്ങൾ, കുട്ടികളുടെ യൂണിഫോമിൻ്റെ കാര്യങ്ങൾ, മറ്റ് നിയമങ്ങളൊക്കെ സ്കൂൾ മാനേജ്മെൻറ്റിന് ഡിസൈഡ് ചെയ്യാം എന്നൊരു നിയമം 2018 സമാനമായ വിധി 2022 കർണാടക ഹൈക്കോടതി ഇറക്കിയിട്ടുണ്ട്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ പ്രവർത്തിക്കണമെന്ന് തന്നെയായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. മാത്രമല്ല, സ്കൂൾ അധികൃതർക്ക് ആവശ്യപ്പെട്ടാൽ സ്കൂളിന് പോലീസ് പ്രൊട്ടക്ഷൻ നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ അനുരഞ്ജന ചർച്ച നടക്കുന്നത്. കുട്ടിയുടെ പിതാവ് ഇതിനെ ഒരു വർഗീയ ധ്രുവീകരണത്തിലേക്ക് ഈ പ്രശ്നത്തെ മാറ്റുന്നില്ല. കുട്ടി ഈ പറഞ്ഞതുപോലെ തൻ്റെ കുട്ടി ഹിജാബ് ധരിക്കാതെ തന്നെ സ്കൂളിന്റെ നിയമങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞത് കോംപ്രമൈസിലേക്ക് പോവുകയും ചെയ്തതാണ്. തുടർന്നാണ് ഈ DDയുടെ റിപ്പോർട്ട് വിവാദത്തിലാവുന്നതും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി അത്തരത്തിലൊരു പരാമർശം നടത്തുന്നതും അതിനുശേഷമാണ് ആ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഈ പ്രശ്നം ആളിക്കത്തുന്ന തരത്തിലേക്കും SDPI ഉൾപ്പെടെയുള്ള സംഘടനകൾ വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തിൽ ഈ സർക്കുലർ ഇറക്കണം, അതായത് എല്ലാ സ്കൂളിലും ഹിജാബ് ധരിച്ചെത്താൻ എന്നുള്ള സർക്കുലർ ഇറക്കണമെന്നുള്ള ആവശ്യവുമായി SDPI ഉൾപ്പെടെയുള്ള സംഘടനകൾ രംഗത്തെത്തിയതുമായ ഒരു സാഹചര്യത്തിലാണ്. അതിൽ വീണ്ടും ഇത്തരത്തിൽ, അതായത് ഈ പറയുന്നത് പോലെ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാകുന്നു, സമുദായ ധ്രുവീകരണം ഉണ്ടാകുന്നു എന്നൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴാണ് സ്കൂൾ മാനേജ്മെൻറ്റ് കൃത്യമായ അവരുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. യൂണിഫോമിൻ്റെ കാര്യത്തിലാണ്, അതായത് കുട്ടികൾ, അത് യൂണിഫോം എന്ന് പറയുന്നത് തന്നെ ഒരുതരം ഈക്വൽ സമത്വം എന്നുള്ളതിൻ്റെ മെസ്സേജ് തന്നെയാണ്. എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് അവരുടെ ബയോയിൽ കൃത്യമായി അവർ പറഞ്ഞിട്ടുണ്ട്. അതേസമയം വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് ഇവരുടെ ശിരോവസ്ത്രം ധരിച്ച പ്രിൻസിപ്പാള് കുട്ടി ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിലെത്തുന്നതിൽ എത്താൻ പറ്റില്ല എന്ന് പറയുന്ന വിരോധാഭാസത്തെപ്പറ്റി ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യമുള്ളപ്പോഴും നമുക്ക് ഒരു കാര്യം ആലോചിക്കണം. അധ്യാപകർക്ക് അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെൻറ്റിന് അതല്ലെങ്കിൽ ഒഫീഷ്യൽസിന് ഈ പറയുന്ന യൂണിഫോം നിഷ്കർഷിച്ചിട്ടില്ല, അത് സ്കൂളും നിഷ്കർഷിച്ചിട്ടില്ല. അങ്ങനെയുള്ള സ്കൂളുകളുണ്ട്. ചില സ്കൂളുകളിലൊക്കെ ഇപ്പോഴും ടീച്ചേഴ്സ് സാരി ഉടുത്ത് തന്നെ പോകണം നിർബന്ധമുള്ള സ്കൂളുകളുണ്ട്. വെള്ളിയാഴ്ച വൈറ്റ് ധരിക്കണമെന്ന് പറയുന്ന സ്കൂളുകളുണ്ട്. അതൊക്കെ അനുസരിച്ച് അവർ ചെയ്യുന്നുണ്ടാകാം. പക്ഷേ ഈ സ്കൂളിൽ അങ്ങനെ ഒരു നിയമമില്ല. അധ്യാപകർക്ക് അങ്ങനൊരു നിയമമില്ല.
ആ ഒരു സാഹചര്യത്തിൽ അധ്യാപകർ ഞാൻ രവീന്ദ്രൻ ഒപ്പം അഡ്വക്കേറ്റ് സി എൻ പ്രകാശിലെ ഒരിക്കൽ കൂടി സി എൻ പ്രകാശ് നേരത്തെ DD നൽകിയ നോട്ടീസിനകത്ത് ഹിജാബ് ധരിച്ചു കുട്ടി സ്കൂളിൽ എത്തിയാലും പഠിപ്പിക്കണം, പുറത്താക്കരുത്, ഇതിൽ അടിയന്തര സ്റ്റേ അനുവദിച്ചിട്ടില്ല, നോട്ടീസ് സ്റ്റേ ചെയ്യണമെന്ന് മാനേജ്മെന്റ് ആവശ്യം അനുവദിച്ചിട്ടില്ല. പക്ഷേ ഇതിനൊപ്പം തന്നെ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി എന്നൊരു വിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ടുമുണ്ട്. അപ്പോൾ ഇതിനെതിരെയും മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിച്ചതല്ലേ? പക്ഷേ ആ വിഷയത്തിൽ എന്തെങ്കിലും പരാമർശമുണ്ടോ? ഈ DDയുടെ നോട്ടീസിൽ മാത്രമാണോ കോടതിയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം വന്നിരിക്കുന്നത്? നിലവിൽ കുട്ടിയെ തിരിച്ചറിയണമെന്ന ആവശ്യത്തിൽ DDയുടെ സർക്കുലർ ആ ഉത്തരവ് പെട്ടെന്ന് സ്റ്റേ ചെയ്യണം, അടിയന്തരമായി തന്നെ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യമാണ് സ്കൂൾ മാനേജ്മെന്റ് നിലവിൽ ഉന്നയിച്ചിട്ടുള്ളത്. അത് അടിയന്തരമായി സ്റ്റേ ചെയ്യാൻ മാത്രമാണ് ഹൈക്കോടതി വിസമ്മതിച്ചിട്ടുള്ളത്. ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം കൂടി കേട്ട ശേഷം അത് CBSE സ്കൂളുകളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് അതൊക്കെ ഇടപെടാൻ കഴിയുമെന്ന നിയമപ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം കേട്ട ശേഷം ഈ കാര്യത്തിൽ അന്തിമമായ തീരുമാനം ഹൈക്കോടതി സ്വീകരിക്കും. അഡ്വക്കേറ്റ് CN പ്രകാശാണ്. ഏതായാലും ഹിജാബ് വിഷയത്തിൽ സർക്കാരിന്റെ വിശദീകരണമാണ് ഹൈക്കോടതി തേടിയിരിക്കുന്നത്. ഇതിൽ DDയുടെ ഉത്തരവിന് അടിയന്തര സ്റ്റേ ആവശ്യപ്പെട്ട് കൊണ്ട് സെയിന്റ് റിത്ത സ്കൂള് സമർപ്പിച്ച ഹർജിയിൽ അടിയന്തര സ്റ്റേ അനുവദിക്കാൻ കോടതി തയ്യാറായിട്ടില്ല. 24-ാം തീയതി കോടതി ഈ വിഷയം വീണ്ടും പരിഗണിക്കും. അതിനുശേഷമായിരിക്കും തീരുമാനമുണ്ടാകുക. ഏതായാലും അടിയന്തര സ്റ്റേ ഇല്ലാത്തതുകൊണ്ട് കുട്ടി ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെ സ്കൂളിൽ വരാം എന്നുള്ളൊരു സ്റ്റാറ്റസ് കോ ഇപ്പോഴുണ്ട്. പക്ഷേ കുട്ടി TC വാങ്ങി സ്കൂളിൽ നിന്ന് പോകും, അതാണ് ഞങ്ങൾ പരിഗണിക്കുന്നത് എന്ന് കുട്ടിയുടെ പിതാവ് പറയുകയും ചെയ്തിരിക്കുന്നു. വരും മണിക്കൂറുകളിൽ അറിയാം തുടർ നടപടികൾ ഏത് തരത്തിലാണ് പോകുന്നത് എന്നുള്ളത്. സ്കൂളിന്റെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. പളുരുത്തി സെന്റ് റിത്ത സ്കൂളിലേക്ക് ഇനി മകളെ വിടുന്നില്ല എന്നുള്ള നിലപാടാണ് കുട്ടിയുടെ പിതാവ് സ്വീകരിച്ചിരിക്കുന്നത്. സംഘർഷഭരിതമായ സാഹചര്യത്തിൽ കുട്ടിയുടെ TC വാങ്ങുകയാണെന്ന് പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു. മേടിച്ചു പോകാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ TC മേടിച്ചു പോയത്. ഒന്ന്, എൻ്റെ മകള് ഹിജാബ് ധരിച്ചു വരുമ്പോൾ കുട്ടികൾക്ക് ഭയമുണ്ടാകുന്നു എന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞത് എൻ്റെ മകൾക്ക് വളരെയധികം വിഷമമുണ്ടാക്കിയ വാക്കാണ്. 2, ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ വ്യക്തമായ അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുകയുണ്ടായിരുന്നു. എന്നാലും എൻ്റെ കുട്ടിയെ അവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം അവിടെ ഒരു സാമുദായിക സംഘർഷം ഉടലെടുക്കാൻ സാധ്യതയുണ്ടായിരുന്നു. പിന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓഫീസിൽ നിന്ന് ഫോൺ വിളിയുണ്ടായിരുന്നു. തുടർ പഠനത്തിന് എന്ത് നിലപാട് വേണമെങ്കിലും എടുക്കാം, എന്ത് സഹായത്തിനും വിളിക്കാം എന്നറിയിച്ചിട്ടുണ്ട്. പരാതിയുമായിട്ട് അവിടെ ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി പരാതിയുമായി ഞാൻ പോകുന്നില്ല. മാനേജ്മെന്റ് നിലപാടിനെതിരെ രംഗത്ത് വന്ന വിദ്യാഭ്യാസ മന്ത്രി കുട്ടി സ്കൂളിൽ നിന്ന് പോകുന്നതിന് കാരണക്കാരായവർ മറുപടി പറയേണ്ടി വരുമെന്ന് പ്രതികരിച്ചു. ശിരോവസ്ത്രം ധരിച്ച അധ്യാപികയാണ് വിദ്യാർത്ഥിക്ക് ശിരോവസ്ത്രം അനുവദിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. അത് വിരോധാഭാസമാണെന്നും മന്ത്രി പറഞ്ഞു. കുട്ടി എന്ത് കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്കൂൾ വിട്ട് പോകുന്നത് എന്നുള്ള കാര്യം പരിശോധന വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. അതിന് കാരണക്കാരായവർ തീർച്ചയായിട്ടും ഗവൺമെന്റിനോട് മറുപടി പറയേണ്ടി വരും. കുട്ടിക്ക് എന്തെങ്കിലും മാനസിക സംഘർഷത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി സ്കൂൾ അധികാരികളായിരിക്കും. ഭരണഘടനയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ അവകാശ നിയമങ്ങളും ദേശീയ വിദ്യാഭ്യാസ നിയമങ്ങളും എല്ലാം ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വിദ്യാഭ്യാസം ചെയ്യുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ. ഇവിടെ നമുക്ക് കാണാൻ ഒരു അത്ഭുതകരമായ കാര്യമാണ്. ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള നിൽക്കുന്ന ടീച്ചറാണ് പിന്നെ കുട്ടിയോട് പറഞ്ഞത് ശിരോവസ്ത്രം ധരിക്കാൻ വേണ്ടി പാടില്ല. അതൊക്കെ ഒരു വിരോധാഭാസമായിട്ട് മാത്രമേ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയൂ. അതേസമയം സ്കൂളിലെ നിയമങ്ങൾ പാലിച്ചു വന്നാൽ കുട്ടിക്ക് സ്കൂളിൽ തുടർന്നും പഠിക്കാമെന്ന് പ്രധാന അധ്യാപിക സിസ്റ്റർ ഹെലീന ആൽബി പറഞ്ഞു. കുട്ടി സ്കൂളിൽ നിന്ന് പോകുന്നത് സംബന്ധിച്ച് അറിയില്ലെന്നും പ്രിൻസിപ്പൽ കൂട്ടിച്ചേർത്തു. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറും അദ്ദേഹത്തിന്റെ സെക്രട്ടറിയും ആദ്യ ദിനങ്ങളിൽ സ്കൂളിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് വസ്തുതകൾ ആരാഞ്ഞിരുന്നു. ഒരു വിദ്യാലയവും വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹായ സഹകരണങ്ങൾ ഇല്ലാതെ നല്ല രീതിയിൽ നടന്നു പോവുക ക്ലേശകരമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. ഇന്നോളം നൽകിയ എല്ലാ സപ്പോർട്ടിനും ബഹുമാനപ്പെട്ട
വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറിന് നന്ദി അറിയിക്കുന്നു. ഇവിടുത്തെ ഈ സ്കൂളിലെ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥിനി വന്നാൽ ആദ്യ ദിനം വന്ന അതേ സ്നേഹത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാകുമ്പോളം ആ കുഞ്ഞിനെ വിദ്യ നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. We are wholeheartedly ready for that. We hope the best will happen. സെയിന്റ് റീറ്റാസിലെ കുട്ടികൾക്ക് ഞങ്ങളാൽ ആവും വിധം നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു ഫുള്ളി ഇന്ത്യൻ വേ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. കോടതിയുടെ മുന്നിലിരിക്കുന്നതാണ് പല വിഷയങ്ങളും. ഇപ്പോൾ പറയാൻ ഞാൻ അതിന് മുതിരുന്നില്ല. നിയമം അതിന്റെ വഴിക്ക് തന്നെ പോകട്ടെ. കോടതിയെയും സർക്കാരിനെയും എന്നും ബഹുമാനിച്ചിട്ടാണ് പോയിട്ടുള്ളത്. അത് തുടരുകയും ചെയ്യും.